എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദറിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് യഥാർത്ഥ മനുഷ്യധർമ്മം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രശസ്ത ജൈവ കൃഷി ആചാര്യനും പ്രകൃതി സ്നേഹിയും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാര ജേതാവുമായ ശ്രീ KV ദയാൽ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ഈ ക്ലാസ് എടുക്കുവാനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. കേൾക്കാൻ പാടില്ലെങ്കിൽ വിളിച്ച് പറയണേ. കേൾക്കാൻ പാടില്ല അത് വരണമെന്ന് വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ. അതായത് നമ്മളുടെ ഇന്നത്തെ വിഷയം നമുക്ക് മനുഷ്യധർമ്മം എന്ന വിഷയത്തെ പറ്റിയാണ്. അതായത് മനുഷ്യന് പ്രത്യേകമായി ഒരു ധർമ്മമുണ്ടോ? നമ്മൾ ഒരുപാട് ധർമ്മങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്, സ്കൂളുകളിൽ കേട്ടിട്ടുമുണ്ട്. കുറെ ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മം നിറവേറ്റാനുണ്ട്. അതിനായിക്കൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത്. ജീവജാലങ്ങൾക്കും മാത്രമല്ല, സകല സസ്യജാലങ്ങൾക്കും ഓരോരോരോ ധർമ്മങ്ങൾ നിറവേറ്റാനുണ്ട്. അതിനാണ് അവരുടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ നമ്മുടെ ധർമ്മത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടേ. മനുഷ്യന് അങ്ങനെ ഒരു ധർമ്മം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ഒരുപാട് ഭാര്യാധർമ്മം നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് കുറെ ധർമ്മങ്ങളുണ്ട്. നിത്യജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട കുറെ ധർമ്മങ്ങളുണ്ട്. ഭർത്താവിനും ഒരു ധർമ്മമുണ്ട്, ഭർതൃധർമ്മം. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അച്ഛന്റെ ധർമ്മം, അമ്മയുടെ ധർമ്മം, പുത്രധർമ്മം, പുത്രീധർമ്മം, മക്കളുടെ ധർമ്മം, ഇങ്ങനെയെല്ലാം നമ്മൾ ഒരുപാട് അനവധി ധർമ്മങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരു ധർമ്മമുണ്ട്, പൗരധർമ്മം എന്നുണ്ട്. എന്താണ് ഈ പൗരധർമ്മം എന്ന് പറഞ്ഞാൽ? ഒരു പൗരധർമ്മമുണ്ട്. മറ്റേത് കുറെ ജീവിത കുടുംബ ചിന്തകളുമായി ബന്ധപ്പെട്ടുള്ള ധർമ്മങ്ങളെ പറ്റിയാണ്. ഒരു പൗരന്റെ ധർമ്മം എന്താണ്? അതായത് ഒരു രാജ്യത്തെ ചില നിയമങ്ങൾ ഉണ്ടാവും. ഓരോ രാജ്യത്തിനും ഓരോ ഭരണഘടനയുണ്ടാകും. ഭരണഘടനാനുസൃതമായ ഒരു സാമൂഹ്യ നിയമം ഉണ്ടാകും. ഈ സാമൂഹ്യ നിയമം പാലിക്കാൻ ആ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ ബാധ്യസ്ഥരാണ്. പാലിക്കേണ്ടത് ആ പൗരന്റെ ധർമ്മമാണ്. അതാണ് പൗരധർമ്മം. ചിലപ്പോൾ ആ സാമൂഹ്യ നിയമത്തോട് വിയോജിപ്പുണ്ടാവാം, എതിർപ്പുകൾ ഉണ്ടാകാം, അതിന് ചില തെറ്റുകൾ ഉണ്ടാവാം. എങ്കിലും ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ ആ രാജ്യത്തെ പൗരനാണെങ്കിൽ, അല്ല അവിടുത്തെ പൗരനാണെങ്കിൽ ആ പൗരധർമ്മം പാലിക്കാൻ, ആ നിയമം പാലിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അതാണ് ആ പൗരന്റെ ധർമ്മം. അപ്പൊ ഒരു നിയമം ഉണ്ട്. അത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ നിയമങ്ങളായിരിക്കാം. പക്ഷേ ഓരോ രാജ്യത്തും അവരെവിടെയാണോ ജീവിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇപ്പൊ പുറമേ നിന്നും ഒരാള് വേറൊരു രാജ്യത്തേക്ക് ചെന്നു എന്നിരിക്കട്ടെ, എങ്കിൽ ആ രാജ്യത്തെ നിയമം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പോ ഓരോ രാജ്യത്തിനും ഉള്ള നിയമങ്ങളെ പാലിക്കുന്നതിനാണ് നമ്മള് പൗരധർമ്മം എന്നൊന്ന് പറയുക. അതേമാതിരി തന്നെ ഒരു പ്രകൃതി നിയമമുണ്ട്. ഈ പ്രകൃതി നിയമം ഉണ്ടെങ്കിൽ അതും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? പ്രകൃതിയുടെ നിയമമുണ്ട്, അത് പാലിക്കപ്പെടേണ്ടതാണ്. ഇത് സാമൂഹ്യ നിയമം പോലെ ഓരോ രാജ്യത്തിനും ഓരോന്നായിരിക്കില്ല. എല്ലാ രാജ്യത്തിനും ഒരേ നിയമമാണത്. ഈ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരേ നിയമമാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. ആ പ്രകൃതിയുടെ നിയമം പാലിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ പ്രകൃതിയുടെ നിയമം പാലിക്കലാണ് ആ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ധർമ്മം. അപ്പൊ മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത്, ശരിക്കും മനുഷ്യന്റെ ധർമ്മം ആ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരെവിടെയാണെങ്കിലും ആ പ്രകൃതിയുടെ നിയമം പാലിക്കാൻ ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ബാധ്യസ്ഥരാണ്. പ്രകൃതിക്ക് അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇപ്പൊ നമുക്ക് ഭരണഘടനാപരമായ നിയമം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് അതിനൊരു നിയമം ഉണ്ടെന്ന് പറയാം.
എന്നാൽ പ്രകൃതി നിയമം ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതല്ലേ? അതായത് നമ്മുടെ ഭൂമി ആകാശത്ത് പന്ത് പോലെ നിൽക്കുകയാണ്, എങ്ങും തൊടാതെ നിൽക്കുകയാണ്. അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഒന്ന് ഭൂമി സ്വയം തിരിയുന്നതിന് 24 മണിക്കൂർ എടുക്കും. ഈ 24 മണിക്കൂർ എടുക്കുന്നതിന് നമ്മളൊരു പേരിട്ടു, ഒരു ദിവസം എന്ന് പേരിട്ടു. അതായത് ഭൂമി ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങുന്നതിന് 24 മണിക്കൂർ, അതിന് ഒരു ദിവസം. ഇന്നലത്തെ ഒരു ദിവസത്തിന് 24 മണിക്കൂറായിരുന്നു, നാളത്തെ ഒരു ദിവസത്തിനും 24 മണിക്കൂറാണ്. അതായത് കൃത്യമായ ഒരു റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേമാതിരി തന്നെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പ്രദക്ഷിണം വയ്ക്കും. ചന്ദ്രൻ 27 ദിവസം കൊണ്ട് ഭൂമിക്ക് വലം വയ്ക്കും. ഓരോ 27 ദിവസം എടുക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റിയിരിക്കും. ഇത് അറിയപ്പെടുന്നത് ചന്ദ്രമാസം എന്നാണ്. ചന്ദ്രമാസം, ഈ ചന്ദ്രമാസമാണ് ശരി. ബാക്കിയുള്ള സകല മാസങ്ങളും സകല കലണ്ടറുകളും തെറ്റാണ്. അശ്വതി, ഭരണി, കാർത്തിക ഇങ്ങനെ പറയുന്ന നാളുകൾ, എത്ര നാളുകളുണ്ടോ അത്രയും നാളുകൾ കൊണ്ട് ഇതിനെ ചുറ്റുന്നതിനെയാണ് ചന്ദ്രമാസം എന്ന് പറയുക. അതോ ഓരോ ചന്ദ്രമാസത്തിനും ഇതാണ്, കൃത്യമായും കറുത്തവാവും വെളുത്തവാവും വന്നുകൊണ്ടേയിരിക്കും, ഒരു തെറ്റും വരില്ല, കൃത്യമായും വന്നുകൊണ്ടേയിരിക്കും. ഈ ഭൂമിയും ചന്ദ്രനും ചേർന്ന് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കും. സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്ന 365 ദിവസം കൊണ്ട് ഭൂമിയും ചന്ദ്രനും കൂടി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കും. ഇതിന് നമ്മളൊരു പേരിട്ടു, ഒരു വർഷം. കഴിഞ്ഞ വർഷം 365 ദിവസം കൊണ്ട് പ്രദക്ഷിണം വെച്ചു. ഇനി വരുന്ന വർഷങ്ങളിലും ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതല്ല, അത് കൂടുതൽ സയന്റിഫിക് ആയിട്ട് പോവുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതല്ല, 365 ദിവസം എന്നത് ഏതാണ്ട് തുല്യമായി തന്നെ നിൽക്കുന്നു. അപ്പോ നമുക്ക് നോക്കിയാൽ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിലെ ചലനങ്ങൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്തോ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ, വ്യക്തമായ, സ്ഥായിയായ, സനാതനമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ സകല ഗ്രഹങ്ങളുടെയും സൂര്യന്മാരുടെയും ഉപഗ്രഹങ്ങളുടെയും ചലനങ്ങൾ അത്രയും. ഏതോ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചലനം. ഈ ചലനം പ്രകൃതി നിയമാനുസൃതമാണ്. പ്രകൃതിയുടെ ഏതോ ഒരു നിയമം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, മൊത്തം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം ഒന്നടങ്കം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമിയിലെ സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഒന്നടങ്കം ഈ നിയമം പാലിച്ചുകൊണ്ട് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മാത്രം ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഈ നിയമം പാലിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാണ് ഈ ഭൂമിയിലെ പ്രശ്നം. ഈ ഭൂമിയിലെ സകലമാന മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക് മൂലകാരണം ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന പോലുമില്ല, അത് പാലിക്കാൻ കൂട്ടാക്കുന്നുമില്ല. നമുക്ക് സാമൂഹ്യ നിയമം തെറ്റിച്ചാൽ ശിക്ഷ കിട്ടില്ലേ? ശിക്ഷ കിട്ടുമല്ലോ. സാമൂഹ്യ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പോലീസായി, കേസായി, കോടതിയായി ശിക്ഷ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. പ്രകൃതി നിയമം തെറ്റിച്ചാലും അവിടെ ശിക്ഷ കിട്ടില്ലേ? ആ ശിക്ഷ ഉറപ്പാണ്. സാമൂഹ്യ നിയമത്തിൽ നിയമം തെറ്റിച്ചാൽ വന്ന് പിടിച്ചു കൊണ്ടുപോയി തെളിവ് ഹാജരാക്കി അവന് തെളിവ് ശരിയായി കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കും. പക്ഷേ തെളിവ് ആവശ്യമായി കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ നിയമം തെറ്റിച്ചാലും രക്ഷപ്പെട്ടേക്കാം. എന്നാൽ പ്രകൃതിയുടെ കോടതിയിൽ അതില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. ചെറിയ തെറ്റിന് ചെറിയ ശിക്ഷ, വലിയ തെറ്റിന് വലിയ ശിക്ഷ ഉറപ്പാണ്. അവിടെ വിട്ടുവീഴ്ച തെളിവ് ആൾറെഡി റെക്കോർഡഡ് ആണ്. നാം ഓരോരുത്തരും ക്യാമറ കണ്ണിലാണ്. അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും റെക്കോർഡഡ് ആണ്.
നമ്മളിപ്പോ ക്യാമറ കണ്ണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ പ്രവൃത്തികൾ മുഴുവൻ പ്രകൃതിയിൽ റെക്കോർഡാണ്. ചിന്തകൾ പോലും റെക്കോർഡാണ്. അപ്പോ തെറ്റ് ചെയ്താൽ അവിടെ ശിക്ഷ ഉറപ്പാണ്. സാമൂഹ്യ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കോടതിയോട് പറയുകയാണ്, തെറ്റ് ചെയ്തു, എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടില്ല. കാരണം നിയമാനുസൃതമായി ഒരു പൗരൻ ആ നാടിന്റെ നിയമം അറിഞ്ഞിരിക്കണം, ആ രാജ്യത്തിന്റെ നിയമം അറിഞ്ഞിരിക്കണം. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. അത് സാമൂഹിക നിയമത്തിൽ ഒരു നിയമമാണ്. എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞാൽ ഇളവ് കിട്ടില്ല, ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടില്ല. ഇതേമാതിരി തന്നെ പ്രകൃതി നിയമം തെറ്റിച്ചാൽ എനിക്ക് പ്രകൃതി നിയമം അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ശിക്ഷ ഉറപ്പാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സാമൂഹ്യ നിയമത്തിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേക്കാം, ചിലപ്പോൾ കീഴ്ക്കോടതിയിൽ സുപ്രീം കോടതിയിലെ വക്കീലിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, ചിലപ്പോൾ കോടതിയിലെ ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയുടെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ തെറ്റ് ചെയ്താലും രക്ഷപ്പെടാം. എന്നാൽ പ്രകൃതിയുടെ കോടതിയിൽ അങ്ങനെ ഒരു ഇളവ്, ഒരു തെറ്റ് പറ്റില്ല. അവിടെ ശിക്ഷ ഉറപ്പാണ്. അപ്പൊ നമ്മള് ഈ പ്രകൃതി നിയമം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാലും രക്ഷയില്ല. എനിക്ക് അറിയില്ലായിരുന്നു പ്രകൃതി നിയമം, അതുകൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റാണ്, അതുകൊണ്ട് എന്നെ ഇളവാക്കി തരണം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടില്ല, ശിക്ഷ കിട്ടില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. നിയമം തെറ്റിക്കുന്നവന്റെ പേരാണ് കുറ്റവാളി. അതായത് കുറ്റവാളി എന്താണ്? കുറ്റവാളി എന്ന് പറഞ്ഞാൽ നിയമം തെറ്റിക്കുന്നവന്റെ പേരാണ് കുറ്റവാളി. സാമൂഹ്യ നിയമം തെറ്റിച്ചാൽ അവൻ കുറ്റവാളിയാണ്, അവൻ ജയിലിലാണ്. പ്രകൃതി നിയമം തെറ്റിച്ചാലും അവൻ കുറ്റവാളിയാണ്. കാരണം നിയമം തെറ്റിക്കുന്നവന്റെ പേരാണ് കുറ്റവാളി. അപ്പോ ആ പ്രകൃതി നിയമം തെറ്റിച്ചവർ പുറത്തും, സാമൂഹ്യ നിയമം തെറ്റിച്ചവർ ജയിലിനകത്തും. അങ്ങനെയല്ലേ ഇപ്പൊ കിടക്കണേ? ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ജയിലിനുള്ളിലെ കുറ്റവാളിയും ജയിലിന് പുറത്തെ കുറ്റവാളിയും അങ്ങനെ രണ്ട് കുറ്റവാളികളാണ്. കാരണം നമ്മള് പ്രകൃതി നിയമം എന്താണെന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല, കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല, വീട്ടിൽ പഠിപ്പിക്കുന്നില്ല, ഒരിടത്തും പഠിപ്പിക്കുന്നില്ല, പാലിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, പാലിക്കപ്പെടാൻ സംവിധാനങ്ങൾ ഒരുക്കണമില്ല. അതുകൊണ്ട് നമുക്ക് തെറ്റുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രകൃതി ദുരന്തങ്ങൾ, ഈ പ്രകൃതി ദുരന്തങ്ങൾ അത്രയും നാളിതുവരെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രകൃതി നിയമവിരുദ്ധ നടപടികളുടെ ആകത്തുകയാണ്. അതായത് നമ്മളെപ്പോഴും പ്രകൃതിയെ കുറ്റം പറയണം. മണ്ണിട്ട് മൂടിയ വയനാട്ടില് ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, എന്തിനാണ് ഇങ്ങനെ പ്രകൃതി ചെയ്യണത്, പ്രകൃതിയുടെ ക്രൂരത എന്നൊക്കെ പറയണ കേൾക്കാം. നമുക്കുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ അത്രയും നന്നായി വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നാം മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് കൊണ്ടും നാളിതുവരെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രകൃതി വിരുദ്ധ നടപടികളുടെ ഒരു ടോട്ടാലിറ്റി, ഒരു ആകത്തുകയാണ് തിരിച്ചടിയായി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശിക്ഷയാണ്. സുനാമി ഒരു മുന്നറിയിപ്പാണ്, ഒരു ശിക്ഷയാണ്. ഇനി വൈറസ് ഒരു മുന്നറിയിപ്പാണ്, ഒരു ശിക്ഷയാണ്. സകലതും, രോഗം ഒരു മുന്നറിയിപ്പാണ്, പ്രകൃതിയുടെ ഭാഷയാണത്. ഇപ്പൊ നമുക്ക് ഒരു ക്യാൻസർ രോഗം വരുന്നു, ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭാഷയാണത്. ഈ എന്തൊക്കെയോ പ്രകൃതി നിയമ വിരുദ്ധമായ നടപടികൾ നിത്യജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പ്രകൃതി പറയുന്ന ഭാഷയാണത്. പ്രകൃതിയുടെ ഭാഷ നമ്മൾ പഠിച്ചു തുടങ്ങിയത് അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ സംഭവിക്കുന്നത്. പ്രകൃതിക്ക് എന്തെങ്കിലും മനുഷ്യനോട് വൈരാഗ്യമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുക? അല്ല. അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് പ്രകൃതി പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കാരണം അവൻ 4 കാലിൽ നടന്നവൻ 2 കാലിൽ എഴുന്നേറ്റ് നിന്നു.
ഇനി 4 കാലിൽ നടന്നില്ല എന്ന് വെച്ചോ, ഇപ്പൊ അവൻ 2 കാലിലാണ്. 2 കാലിൽ നിൽക്കുമ്പോൾ അവൻ ഭൂമിക്ക് വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ, അതായത് അവനൊരു സ്വതന്ത്ര മനസ്സുണ്ട്. ആ സ്വതന്ത്ര മനസ്സ് അനുസരിച്ച് അത് ഉപയോഗിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നത് അവന്റെ ധർമ്മമാണ്, അവന്റെ ഉത്തരവാദിത്വമാണ്, അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതവൻ ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിക്ക് ചില ധർമ്മങ്ങൾ ഇവിടെ നിറവേറ്റാനുണ്ട്. അത് എന്തൊക്കെ ധർമ്മങ്ങളാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതില് ഒന്നാമത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ധർമ്മങ്ങളിൽ ഒന്നാമത്തെ ധർമ്മം സ്വധർമ്മം. അവന് സ്വയം ഒരു ധർമ്മം നിറവേറ്റാനുണ്ട്. രണ്ടാമത്തത് കുലധർമ്മം. മനുഷ്യകുലം നിലനിൽക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പാലിക്കേണ്ട ഒരു കുലധർമ്മമുണ്ട്. മൂന്നാമത്തത് സനാതനധർമ്മം. ഇങ്ങനെ 3 ധർമ്മങ്ങളാണ്. ഈ ധർമ്മങ്ങൾ തിരിച്ച് നമുക്കിപ്പോ പറഞ്ഞു കേൾക്കാറുണ്ട്, ധർമ്മം തെറ്റിച്ചാൽ ധർമ്മം നടപ്പിലാക്കാനായിട്ട് പ്രകൃതി അവതരിക്കും. പ്രകൃതി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അത് എന്നും ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു വ്യക്തിയായിട്ട് ഇവിടെ അവതരിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രകൃതി കൃത്യമായി അത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളുടെ ഓരോ ധർമ്മവും എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ നിയമം സാമൂഹ്യ നിയമവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര വലുതായിരിക്കും. ഈ അണ്ടകടാഹം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി നിയമമാണത്. അതിനെ എതിർക്കാമോ, എതിർത്ത് തോപ്പിക്കാമോ? നമ്മുടെ ധാരണ അതിനെ എതിർത്ത് തോപ്പിക്കാം. പ്രകൃതിയെ കീഴടക്കി എന്നാണ് പറയുക. സാധ്യമല്ല എന്നറിയുക. പ്രകൃതിയെ കീഴടക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. പ്രകൃതിയുടെ വഴിക്ക് വരിക, അതായത് പ്രകൃതി പറയുന്നതിനനുസരിച്ച് ജീവിച്ചു സഹകരിക്കുക. സഹകരണമാണ് പ്രകൃതിയുടെ സ്വഭാവം. സഹകരണം എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്താണോ ചെയ്യണത് അതിന് സഹകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സഹകരിച്ച് പോവുക, ആ നിയമാനുസൃതം നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെ നമുക്ക് സഹകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമം അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് സ്വധർമ്മമാണ്. എന്താണ് നമ്മളുടെ സ്വധർമ്മം? അതായത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. വിത്ത് വിതരണം നടത്തുക, ഇതവന്റെ ധർമ്മമാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇതെല്ലാവരും ചെയ്തേ പറ്റും, സകലവും ചെയ്തു പറ്റും. വിത്ത് വിതരണം നടത്തുക. പ്രകൃതി കാറ്റ് മൂലം വിത്ത് വിതരണം നടത്തും. കാറ്റിനെ ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ വിത്ത് വിതരണം നടത്തും. അപ്പൂപ്പന്താടി, മഹാഗണി, തമ്പകം, ഇങ്ങനെ ഒട്ടനവധി സസ്യങ്ങൾ കാറ്റ് മൂലം വിത്ത് വിതരണം നടത്തും. കാറ്റ് മൂലം വിത്ത് വിതരണം നടത്തിയാൽ ലക്ഷക്കണക്കിന് വിത്തുകളാണ് ആകാശത്തേക്ക് വിതറിയിട്ട് അതിൽ ഏതെങ്കിലും കുറച്ചെണ്ണം ചില ഇടങ്ങളിൽ വീണത് മാത്രം കിളുത്ത് സസ്യമായി വളർന്നു വലുതാകും. അതായത് ചാൻസസ് ആണ് അവിടെ ലക്ഷക്കണക്കിന് എറിയുക, അതിൽ കുറച്ചെണ്ണം രക്ഷപ്പെടും. അപ്പൊ വിത്ത് വിതരണം നടത്തുന്നതിൽ കാറ്റ് മൂലം വിത്ത് വിതരണം നടത്തുക എന്നുള്ളതൊരു ഒരു ധർമ്മമാണ്. ആ ചെടിയുടെ ധർമ്മം. വിത്ത് വിതരണം നടത്തേണ്ടത് കാറ്റ് മൂലം. ഇനി ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളുണ്ട്. തേങ്ങ, ഒതളങ്ങ പോലെയുടെ, അതായത് വാട്ടർ എഡ്ജസ് പ്ലാന്റ്സ് മുഴുവനും വിത്ത് വിതരണം നടത്തുന്നത് വെള്ളത്തിലൂടെയാണ്. അപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കയറി ഏതെങ്കിലും ഒരു കരയിലടിഞ്ഞിട്ട് അവിടെ കിടന്ന് വിത്ത് വരും. വിത്ത് വിതരണം നടത്തുന്നു. കാക്ക, പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം, ഒരു കാക്ക ഒരു മാങ്ങയും കൊണ്ടുപോയി വേറൊരു മരത്തിന്റെ അടുക്കൽ എവിടെയെങ്കിലും ഈ കമ്പിൽ ഇരുന്നിട്ട് മാങ്ങ തിന്നിട്ട് വിത്ത് അവിടെ ഇടും. അണ്ടി അവിടെ വീഴും. മാങ്ങ തിന്ന് അണ്ടി അവിടെ വീഴുമ്പോൾ കാക്ക യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു വിത്ത് വിതരണമാണ്, ഒരു സീഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മൃഗങ്ങൾ, ആന ചക്കയുടെ വിത്ത് വിതരണം നടത്തുന്ന ആളാണ്, വാഴയുടെ വിത്ത് വിതരണം നടത്തുന്ന ആളാണ്. സകല മൃഗങ്ങളും
നല്ല എല്ലാ പക്ഷികളും ഒട്ടുമിക്ക പക്ഷികളും വിത്ത് വിതരണം നടത്തുന്നു. ഇത് അറിയില്ല, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കും, അവിടെയൊക്കെ വീഴും. എന്നാൽ പ്രകൃതിക്ക് ഇത് പോരാ. പ്രകൃതി ആശിക്കുന്നിടത്ത് വിത്തിടാൻ ഒരു ജീവിയെ സൃഷ്ടിച്ചു. പ്രകൃതി ആശിക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇച്ഛിക്കുന്നിടത്ത് വിത്തിടണം. വേണ്ട വിത്ത് വേണ്ടിടത്ത് വേണ്ടത്ര ഇടണം. അതായത് പ്രകൃതിയുടെ ഇച്ഛാനുസരണം വിത്ത് വിതരണം നടത്തണം. അതിനായി ഒരു ജീവിയെ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ധർമ്മം, സ്വധർമ്മം, യഥാർത്ഥ സ്വധർമ്മം എന്ന് പറയുന്നത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സീഡ് ഡിസ്ട്രിബ്യൂഷൻ. അവന് വേണ്ട പഞ്ചഭൂതങ്ങൾ, അഞ്ചന്നങ്ങളെയും ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിൽ വേണ്ടിടത്ത് വേണ്ട വിത്ത് വേണ്ടത്ര ഇടുക. ഇത് അവന്റെ സ്വധർമ്മമാണ്. തോന്നിയതുപോലെ യൂക്കാലി കൊണ്ടുവന്ന് ഇവിടെ നടാനല്ല, അല്ലെങ്കിൽ അക്കേഷ്യ കൊണ്ടുവന്ന് നടാനല്ല. അവന് സ്വാഭാവികമായി ലഭിക്കേണ്ടതായ അന്നം അഞ്ചും കിട്ടണം. ഭക്ഷണം കിട്ടണം, വെള്ളം കിട്ടണം, വായു കിട്ടണം, ചൂട് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിരിക്കണം, കാലാവസ്ഥ നിയന്ത്രിച്ചിരിക്കണം, ശബ്ദം. ഈ അഞ്ചന്നങ്ങളും ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിൽ വിത്ത് വിതരണം നടത്താനാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. അത് നമ്മളുടെ ധർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ വിത്ത് വിതരണം നടത്തണം. ഇതാണ് നമ്മൾ കൃഷിയിലൂടെ പഠിപ്പിക്കുക. ഇപ്പൊ ജൈവ കൃഷിയിലൂടെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? വിത്ത് വിതരണം നടത്തണം. നിനക്ക് ഒരു ഭക്ഷണം വിധിച്ചിട്ടുണ്ട്. ആ വിധിച്ച ഭക്ഷണം ആർജിക്കാൻ ലഭ്യമാക്കാൻ ഉതകും മതി. നിനക്ക് വെള്ളം വേണം. ആ വെള്ളം ലഭ്യമാക്കാൻ ഉതകും വഴി നിനക്ക് ഒരു ടെമ്പറേച്ചർ, ഒരു AC ക്ലൈമറ്റ് വേണം. ആ AC ക്ലൈമറ്റ് ലഭ്യമാക്കാൻ ഉതകും വിധം നമുക്ക് നല്ല ഓക്സിജൻ വേണം. പ്രകൃതിക്ക് ഒരു വിധിച്ച ഓക്സിജൻ ഉണ്ട്, മനുഷ്യന് വിധിച്ച ഒരു ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ലഭ്യമാക്കാൻ ഉതകും വിധം ഈ വിത്ത് വിതരണം നടത്തണം. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഈ ഭൂമിയിലെ മനുഷ്യര് ആരെങ്കിലും അവന്റെ സ്വധർമ്മമായി കരുതിക്കൊണ്ട് വിത്ത് വിതരണം ചെയ്യുന്നുണ്ടോ? ഈ ഭൂമിയിലെ സകല മനുഷ്യരും കൂടി തീരുമാനിക്കുന്നു, അവന്റെ സ്വധർമ്മം നിറവേറ്റുന്നു എന്ന് വന്നാൽ കുറച്ച് നാൾ കൊണ്ട് ഈ ഭൂതലം മുഴുവൻ പച്ചപ്പാക്കി മാറ്റാനാവില്ലേ? അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതിന്റെ ദോഷം. അതായത് നമ്മളുടെ സ്വധർമ്മം പാലിക്കുന്നില്ല എന്നതോ പോട്ടെ, നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാറ്റ് കൊണ്ടയിട്ടതും കാക്ക കൊണ്ടയിട്ടതും കൂടി വെട്ടിക്കളയുന്നു. നമ്മൾ നശിപ്പിക്കുന്നു. നമ്മളുടെ ധർമ്മം നിറവേറ്റുന്നില്ല, പിന്നെയും സഹിക്കാതെ. പക്ഷേ മറ്റുള്ള ജീവജാലങ്ങളും കാറ്റും വെള്ളവും ചെയ്യുന്ന ധർമ്മം, അവരവരുടെ സ്വധർമ്മം നിറവേറ്റുമ്പോൾ അതിന് വിഘാതമായി നമ്മൾ നിന്നിട്ട് അതും കൂടി വെട്ടിക്കളയുന്ന ആണ് നമ്മൾ. ഇത് മാറിയേ പറ്റൂ. ഇത് നമ്മൾ മാറ്റിയേ പറ്റൂ. അവരവരുടെ സ്വധർമ്മം നിറവേറ്റണം. സ്വധർമ്മം പാലിക്കാതെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ നിന്നും പിരിഞ്ഞു പോകാമെന്ന് ആരും കരുതണ്ട. അതാണ് അതിന്റെ പ്രകൃതിയുടെ നിയമം. അതാണ് സ്വധർമ്മം പാലിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തിരിക്കണം. കൃഷിയാണത്, സീഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ആ കൃഷി ചെയ്യുമ്പോൾ നിനക്ക് വിധിച്ച ഭക്ഷണം ഏതാണ്? മനുഷ്യ ശരീരത്തിന് ഒരു കാർബോഹൈഡ്രേറ്റ് വേണം. ആ കാർബോഹൈഡ്രേറ്റ് എവിടെ നിന്നും വരണം? ഏത് സസ്യത്തിൽ നിന്നുമാണ് നിനക്ക് വിധിച്ച കാർബോഹൈഡ്രേറ്റ്? മനുഷ്യ ശരീരത്തിന് ഒരു ഫാറ്റ് വേണം. ഏതാണ് ആ ഫാറ്റ്? അത് ഏത് സസ്യത്തിൽ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് നിനക്ക് വിധിച്ച ഫാറ്റ് ലഭ്യമാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വിത്ത് വിതരണം നടത്തണം. പ്രോട്ടീൻ വേണ്ടത് ഏതാണ്? എത്ര ക്വാണ്ടിറ്റി വേണം? ഓരോന്നും എത്ര ക്വാണ്ടിറ്റി വേണം? അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ക്വാണ്ടിറ്റി എത്ര ശതമാനം വേണം? അത്രയും കൂടുതൽ സസ്യങ്ങൾ വേണം. ഫാറ്റ് എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്? അത്രയും നടണം. പ്രോട്ടീൻ എത്രയാണ്? ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 60% എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്.
ചില സിസ്റ്റത്തിൽ കാർബോഹൈഡ്രേറ്റിനെ ഒഴിവാക്കി കാണുന്നുണ്ട് രോഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. തെറ്റായ നടപടിയാണ്, പ്രകൃതി നിയമ ലംഘനമാണത്. അതായത് ഷുഗർ രോഗികൾ കാർബോഹൈഡ്രേറ്റ് ടോട്ടലായിട്ട് വിത്ഡ്രോ ചെയ്താൽ ഷുഗർ കുറഞ്ഞു കാണും ബ്ലഡില്, പക്ഷെ പല രോഗങ്ങൾ വേറെ വരും. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറച്ചിയും മുട്ടയും മീനും മാത്രം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് ടോട്ടലായിട്ട് വിത്ഡ്രോ ചെയ്യുക, തെറ്റാണ്. ശിക്ഷ അവിടെ ഉണ്ട്. കാരണം നമ്മൾക്ക് ശരീരത്തിന് വേണ്ട എനർജിയുടെ 60% ലഭ്യമാകേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അത് ഏത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 30% എനർജി ഫാറ്റിൽ നിന്നുമാണ് വരേണ്ടത്, 10% എനർജി പ്രോട്ടീനിൽ നിന്നും കിട്ടണം. ഈ റേഷ്യോയിൽ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് പ്രകൃതി ആശിക്കുന്നതെന്ന് പറയാൻ കാര്യം. വേണ്ട ഇടത്ത് വേണ്ടത്ര വിത്ത് വിതരണം ചെയ്യുക, അത് നമ്മളുടെ സ്വധർമ്മമാണ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഡോക്ടറാകാനല്ല, എഞ്ചിനീയർ ആകാനല്ല, പട്ടാളക്കാരനാകാനല്ല, കളക്ടറാകാനല്ല, പോലീസുകാരനാകാനൊന്നുമല്ല. നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്, ജന്മമെടുത്തിരിക്കുന്നത്, അതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, വിത്ത് വിതരണം ചെയ്യാനാണ്. ഇത് സകലരും ചെയ്തേ പറ്റും, സകലരും ചെയ്തേ പറ്റും. അല്ലെങ്കിൽ പ്രകൃതി അത് ചെയ്യിക്കുക തന്നെ ചെയ്യും. അതായത് നടപടി ഉണ്ടാകും അതിന്. ഇത് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു പ്രകൃതി നിയമ ലംഘനമുണ്ട്, അവിടെ ഒരു തെറ്റുണ്ട്. അതിനുള്ള ശിക്ഷ നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ ധർമ്മം കുലധർമ്മം എന്നുള്ളതാണ്. കുലധർമ്മം അതായത് മനുഷ്യകുലം. ഈ കുലം നിലനിർത്താൻ ഒരു ധർമ്മം നിറവേറ്റാനുണ്ട്. മനുഷ്യകുലം കുറ്റിയറ്റു പോകാതെ എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുലധർമ്മം നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ തലമുറ കഴിയും തോറും നമ്മളെക്കാൾ മെച്ചപ്പെട്ട മനുഷ്യരായി നമ്മളുടെ അനന്തര തലമുറയെ വാർത്തെടുക്കുക, അത് നമ്മളുടെ കുലധർമ്മമാണ്. അതായത് കാലം മാറിക്കൊണ്ടേയിരിക്കും, കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ ഉതകും വിധം നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള, ബെറ്റർ കഴിവുള്ള, ബെറ്റർ ആയിട്ടുള്ള ബുദ്ധി വികസിച്ച, സൗന്ദര്യം കൂടിയ അനന്തര തലമുറയെ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് പാലിച്ചേ മതിയാകൂ. നമ്മളെക്കാളും മെച്ചപ്പെട്ടത് എങ്ങനെ ആക്കാം? നമ്മുടെ കുട്ടികൾ, പ്രകൃതി അവരെ മെച്ചപ്പെട്ടതാക്കിക്കൊണ്ടിരിക്കും സ്വാഭാവികമായി. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, നമ്മളെക്കാൾ എത്ര കഴിവ് കൂടുതലുള്ളതാണ് നമ്മുടെ കുട്ടികൾ. അവരെ ആ മെച്ചപ്പെട്ടവരാക്കി വളർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഈ കുലധർമ്മം പാലിക്കാതിരിക്കുന്നത് തെറ്റാണ്. അതായത് എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല്, കുടുംബങ്ങളിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്, സംഘർഷങ്ങളാണ്. അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ചെയ്യുന്നത് ഒരു നിയമലംഘനമല്ലേ? കുലധർമ്മം പാലിക്കപ്പെടുന്നുണ്ടോ അവിടെ? കുലധർമ്മം പാലിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ആ മനുഷ്യജീവി ശിക്ഷയ്ക്ക് വിധേയനാവുക തന്നെ ചെയ്യും. ഏത് തരത്തിലുള്ള ശിക്ഷയാണ് പ്രകൃതി വിധിക്കുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. പക്ഷെ അവിടെ ഒരു ശിക്ഷ ഉറപ്പായിരിക്കും. അനന്തര തലമുറയെ സൃഷ്ടിക്കുകയും അത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി വളർത്തി വലുതാക്കി പ്രകൃതിക്ക് തിരികെ കൊടുക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികൾ നമ്മളുടേത് മാത്രമല്ല. നമ്മുടെ വിചാരം നമ്മുടെ കുട്ടികൾ നമ്മളുടേതാണെന്നാണ്. നമ്മളുടേതല്ല, ഈശ്വരന്റെ കുഞ്ഞുങ്ങളാണ്, പ്രകൃതിയുടെ കുഞ്ഞുങ്ങളാണ്, നമ്മളിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നു ഈ കല്യാണം വേണ്ട, കുട്ടികൾ വേണ്ട, പ്രസവിക്കുന്നത് എനിക്ക് മെനക്കെട്ട പരിപാടിയാണ്, ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന പൂരമാണത്. ശിക്ഷ കിട്ടിയിരിക്കും. കാരണം ഇത് നമ്മളുടെ ഒരു കുലധർമ്മമാണ്. കല്യാണം കഴിക്കുക, അനന്തര തലമുറയെ സൃഷ്ടിക്കുക, അതിനെ നമ്മളെക്കാളും ബെറ്റർ മനുഷ്യജീവിയാക്കി വളർത്തിക്കൊണ്ടുവരിക, അത് നമ്മളുടെ കുലധർമ്മമാണ്.
ഈ കുലധർമ്മം പാലിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെക്കാൾ ബെറ്റർ മനുഷ്യരാകണമെന്നുണ്ടെങ്കിൽ സ്വധർമ്മം പാലിച്ചേ പറ്റൂ. കാരണം അന്നം മെച്ചപ്പെട്ടതാകണമെങ്കിൽ മനസ്സ് നന്നാകണം. മനസ്സ് നന്നാകണമെന്നുണ്ടെങ്കിൽ അന്നം നന്നാകണം. അന്നം നന്നായാൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നാകും. അപ്പൊ മനുഷ്യൻ നന്നാകണമെന്നുണ്ടെങ്കിൽ സ്വധർമ്മം കൃത്യമായി പാലിച്ചുകൊണ്ടല്ലാതെ കുലധർമ്മം നടപ്പിലാക്കാനാവില്ല. അപ്പൊ കുലധർമ്മവും നാം പാലിക്കപ്പെടേണ്ട ഒന്നാണ്. അനന്തര തലമുറയെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് മെച്ചപ്പെടുത്താമോ അങ്ങനെ എല്ലാം നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. മൂന്നാമതൊരു ധർമ്മം കൂടിയുണ്ട്, സനാതന ധർമ്മം. അതായത് ഈ ഭൂമിയിലെ സകല മനുഷ്യരും എല്ലാ തലമുറകളും പാലിക്കപ്പെടേണ്ട, എപ്പോഴും എന്നും എവിടെയും പാലിക്കപ്പെടേണ്ട ധർമ്മമാണ് സനാതനമായ ധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ സ്ഥായിയായത്, സ്ഥിരമായത്, മാറ്റത്തിന് വിധേയമല്ലാത്തത്. അത് പ്രകൃതിയുടെ നിയമമാണത്. പ്രകൃതിയുടെ നിയമം അറിയുകയും ഓരോ തലമുറ കഴിയും തോറും കൂടുതൽ അറിയുകയും, പ്രകൃതിയെപ്പറ്റി മനുഷ്യൻ നാളിതുവരെ അറിഞ്ഞിട്ടുള്ളത് കടുകോളം മാത്രമാണ്. കടുകോളം. ഇനി അറിയാനുള്ളത് കടലോളമാണ്. അപ്പൊ ഓരോ തലമുറയും കഴിയും തോറും പ്രകൃതിയെപ്പറ്റിയും പ്രകൃതി നിയമങ്ങളെ പറ്റിയും കൂടുതൽ അറിവ് നേടിയെടുക്കുകയും അനന്തര തലമുറയിലേക്ക് കൈമാറുകയും അത് പാലിക്കപ്പെടുന്നുണ്ടോ, പാലിക്കപ്പെടണം എന്ന ഒരു നിബന്ധന ഉണ്ടായിരിക്കണം. കാരണം അലംഘനീയമാണ് പ്രകൃതിയുടെ നിയമം, അലംഘനീയമാണ്. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷ ഉറപ്പാണ്. പ്രകൃതി നിയമം എന്തുകൊണ്ടും പഠിച്ചേ പറ്റൂ, പഠിപ്പിച്ചേ പറ്റൂ. സാമൂഹ്യ നിയമം പഠിച്ച് വാദിക്കാൻ നമ്മൾ വക്കീലന്മാരെ സൃഷ്ടിക്കുന്ന കോളേജുകളുണ്ട്, ലോ കോളേജുകളുണ്ട്. ഇഷ്ടം പോലെ ലോ കോളേജ് ഉണ്ട് വാദിക്കാൻ. അവർക്ക് ഓരോ വ്യക്തിക്ക് വേണ്ടി വാദിക്കാനായിട്ടുണ്ട്. പ്രകൃതി നിയമം പഠിപ്പിക്കാനും ഒരു ലോ കോളേജ് വേണ്ടേ? ഒരു നാച്ചുറൽ ലോ കോളേജ് വേണം. അത് പഠിക്കണം, അത് പാലിക്കണം. സാമൂഹ്യ നിയമം മനുഷ്യനുണ്ടാക്കിയതാണ്. അതിനകത്ത് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ ലിമിറ്റേഷൻ അവിടെ വരില്ലേ? പ്രകൃതി നിയമം പഠിച്ച് മനസ്സിലാക്കാവുന്നത്രയും ആർജിച്ചെടുത്തിട്ട് പ്രകൃതി നിയമാനുസൃതമാക്കണം സാമൂഹ്യ നിയമം. ഓരോ കാലം കഴിയും തോറും, തലമുറ കഴിയും തോറും പ്രകൃതി നിയമാനുസൃതമായി സാമൂഹ്യ നിയമത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും അതുകളിൽ നിങ്ങളെത്താൻ. അതായത് നിയമങ്ങളെ മാറ്റി 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 എഴുതി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കടുംപിടുത്തം പിടിച്ചിരിക്കരുത്. അതില് ക്രിസ്ത്യൻ സമൂഹം വളരെ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ പഴയ നിയമം പുതുക്കി പുതിയ നിയമമാക്കി. ഈ പുതിയ നിയമവും വീണ്ടും പുതുക്കുകയാണ്, കാലോചിതമാക്കുകയാണ്. അതായത് അവരുടെ നിയമം, അവരുടെ ഒരു സാമൂഹ്യ നിയമത്തെ അവർ പുതുക്കാൻ തയ്യാറാകുന്നു എന്നതാണ് അവിടുത്തെ പ്രാധാന്യം. സകല മനുഷ്യ സമൂഹവും അവരവരുടെ വ്യക്തിഗത സാമൂഹ്യ നിയമങ്ങളുണ്ടെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തോടൊപ്പം തന്നെ രാജ്യത്തിന്റെ നിയമവും തിരുത്തേണ്ടതായി വരും. അതിലെ സമൂഹത്തിന്റെ ഒരു വ്യക്തി, ഒരു വിഭാഗത്തിന്റെ നിയമം ഉണ്ടെങ്കിൽ ആ നിയമവും തിരുത്തിയേ പറ്റൂ. ഈ സകല നിയമങ്ങളും പ്രകൃതി നിയമാനുസൃതമായി തിരുത്തപ്പെടണം. അത് സ്ഥായിയായ, സ്ഥിരമായ, സനാതനമായ ഒരു നിയമം ഇവിടെ ഉണ്ടെന്നും അത് കിട്ടിയില്ലെങ്കിൽ, അത് പാലിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ടെന്നും ഉറപ്പാക്കിയേ പറ്റൂ. അതായത് നിങ്ങൾ ശരി ചെയ്യാൻ ശരിയായിട്ട് മുന്നോട്ട് പോകാം, തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. ഇന്ന് മനുഷ്യൻ നാലും കൂടിയ ഒരു വഴിയുടെ ജംഗ്ഷനിലാണ്, നാലും കൂടിയ ഒരു വഴിയുടെ കവലയിൽ, നാൽക്കവലയുടെ നടുക്കാണ് നിൽക്കുന്നത്. ഈ നാൽക്കവലയുടെ നടുക്ക് നിന്നും അവന് ഏത് വഴി വേണേലും തിരഞ്ഞെടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യ പ്രകൃതി തന്നിട്ടുണ്ട്. അവന് വേണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാം. സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുത്താൽ പ്രകൃതി കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലാക്കി തരും. വേണമെന്നുണ്ടെങ്കിൽ
നരകത്തിലേക്കുള്ള വഴിയും തിരഞ്ഞെടുക്കാം. പ്രകൃതി നരകത്തിൽ കൈ പിടിച്ചു കൊണ്ടുപോയി നരകത്തിലാക്കി തരും. കാരണം പ്രകൃതിയുടെ ജോലി അതാണ്. പ്രകൃതിയുടെ ജോലി സഹകരണമാണ്, സഹയോഗമാണ് പ്രകൃതിയുടേത്. അതുകൊണ്ടാക്കി തരും. തെരഞ്ഞെടുപ്പാണ് പ്രധാനം. നമ്മൾ എന്ത് തെരഞ്ഞെടുക്കുന്നു അതിനെ ആശ്രയിച്ചാണ് പ്രധാനം. 2ാം നിലയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടാം, കൈയും കാലും ഒടിയും. കൈയും കാലും ഒടിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. ഗുരുത്വാകർഷണം മാറ്റാൻ നമുക്കാവില്ല. പക്ഷേ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാം, തെരഞ്ഞെടുക്കാം, ചാടാതിരിക്കാം. തെറ്റിയാൽ പ്രശ്നമാണ്. കാറ്റിനെതിരെ കുട നിവർത്ത് പിടിച്ചാൽ ആ കുടയെ കാറ്റ് താറുമാറാക്കി കളയും. പ്രകൃതി നിയമം ആകുന്ന കുട, പ്രകൃതി നിയമത്തിന് എതിരെ കുട നിവർത്ത് പിടിച്ചാൽ ജീവിതത്തെ താറുമാറാക്കി കളയും പ്രകൃതി. അപ്പോൾ എന്താണ് നമ്മൾ വേണ്ടത്? പ്രകൃതിക്ക് അനുകൂലമാവുക, പ്രകൃതി നിയമ അനുസൃതമാകുക, കൂടുതൽ കൂടുതൽ അറിവുകൾ ആർജിച്ചെടുക്കുക, അനന്തര തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക. സീഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒരു ധർമ്മമെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. പതുക്കെ പതുക്കെ അത് കൂടുതൽ കൂടുതൽ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും. പ്രകൃതി എപ്പോഴും പെർഫെക്ഷനിൽ നിന്നും പെർഫെക്ഷനിലേക്ക് ഉള്ള പ്രയാണത്തിലാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഒരു പെർഫെക്ഷനിലേക്ക് നമുക്ക് സീഡ് ഡിസ്ട്രിബ്യൂഷനെ കൊണ്ടുപോകണം, കുലധർമ്മത്തെ കൊണ്ടുപോകണം, സനാതന ധർമ്മത്തെ കൊണ്ടുപോകണം. കാരണം നമ്മൾ എന്ന് പറയുന്ന ഈ ഇത്തിരി പോന്ന ജീവിക്ക് നമ്മൾ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞ അത്രയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയേ മതിയാവും. ഇതാണ് നമ്മൾ ഈ ധർമ്മത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി പ്രകൃതി നിയമത്തിൽ നമ്മൾ നിത്യജീവിതത്തിലെ ഒരു വിഷയം എടുത്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ കൂടുതൽ വ്യക്തമാകും. അതായത് പ്രകൃതി നിയമം എന്ന് പറയുന്ന ഒരു പ്രകൃതിക്ക് ഒരു ആഹാര നിയമമുണ്ട്. ആഹാര നിയമം. ഈ ആഹാര നിയമത്തിലൂടെയാണ് പ്രകൃതി അതിൻ്റെ സന്തുലിതമായ താളക്രമം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഇവിടെ നിലനിർത്തുന്നത് ആഹാര നിയമത്തിലൂടെയാണ്. അതായത് പ്രകൃതിക്ക് ഒരു ആഹാര നിയമം, ഒരുപാട് നിയമങ്ങളുണ്ട് പ്രകൃതിക്ക്. പ്രകൃതിക്ക് ഒരു ചലന നിയമമുണ്ട്, ഒരു ആഹാര നിയമമുണ്ട്, ഒരു ആരോഗ്യ നിയമമുണ്ട്, ഒരു ടെക്നോളജിയുടെ നിയമമുണ്ട്, ഒരു എല്ലാത്തിനും നിയമങ്ങളുണ്ട് പ്രകൃതിക്ക്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഭാഷ പഠിച്ചു തുടങ്ങിയാലേ മതിയാവൂ. ഇപ്പൊ പ്രകൃതിയുടെ ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ പോരെ, കാത് നല്ല കൂർപ്പിച്ച് വെച്ചാൽ പോരെ പ്രകൃതിയുടെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവും. അതായത് നമുക്ക് ഒരു ആഹാര നിയമം എന്താണെന്ന് മാത്രം നോക്കാം, നമ്മളത് പാലിക്കണുണ്ടോ എന്ന് നോക്കാം. പ്രകൃതിയുടെ ആഹാര നിയമം അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം പ്രകൃതിയുടെ സന്തുലിത അവസ്ഥ നിലനിർത്തുന്നത് ആഹാര നിയമത്തിലൂടെയാണ്. ഒരു കാട്, ആ കാട്ടില് ഒരു കൂട്ടം മാനുകളുണ്ട് എന്നിരിക്കട്ടെ. ആ മാനുകൾ പച്ചിലയാണ് തിന്നുക. ആ മാനുകളെ തിന്നുന്ന കടുവയോ പുലിയോ ആ കാട്ടിൽ ഇല്ല. എന്തായിരിക്കും സംഭവിക്കുക? മാനിന്റെ എണ്ണം പെരുകില്ലേ? എണ്ണം പെരുകി എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ മുളച്ചു വരുന്നത് എന്തും ഏത് നാമ്പും ആ മാനുകൾ തിന്നില്ലേ? പുതിയ മരങ്ങൾ ഉണ്ടാവില്ല. എത്താവുന്നത്രയും എത്തി അത് കടിച്ചു തിന്നില്ലേ? അവസാനം ഇലകളെല്ലാം തീർന്നു കഴിഞ്ഞാൽ മരത്തിന്റെ തൊലി കൂടി ഇവർ കടിച്ചു തിന്നില്ലേ? അവസാനം കാടിന് എന്തായിരിക്കും സംഭവിക്കുക? കാട് നശിച്ച് തീരില്ലേ? കാട് നശിച്ചാൽ ഈ മാനുകൾ മുഴുവൻ നശിച്ചു പോയില്ലേ? അവിടെ ഒരു ബയോളജിക്കൽ കൺട്രോൾ, ഒരു ആഹാര നിയമം പ്രകൃതി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെ തിന്നാൻ ഒരു പുലി അല്ലെങ്കിൽ ഒരു കടുവയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ മാനിന്റെ എണ്ണത്തെ പെരുക്കം കുറച്ച് നിലനിർത്തി, ബാലൻസ്ഡ് ആക്കി ആഹാര നിയമത്തിലൂടെയാണ്. ഈ ആഹാര നിയമം തെറ്റിച്ചാൽ, ഏത് ജീവി തെറ്റിച്ചാലും അതിന് ശിക്ഷ കിട്ടും. പ്രകൃതിയുടെ ആഹാര നിയമം തെറ്റിച്ചാൽ ആ ജീവിക്ക് ശിക്ഷ കിട്ടും. കാരണം ആ ജീവി തെറ്റിച്ചു, പെരുകാൻ സ്വാഭാവികമായി പെരുകുന്നു. ആ കടുവ അവിടെ വരണില്ല, അവിടെ ഇല്ല, വേറെ ഏതെങ്കിലും ജീവി അതിന്
എന്ത് പറഞ്ഞാലും ശരി ആ ബയോളജിക്കൽ കൺട്രോൾ, ഇക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തണം. എന്താണ് അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ, ഒരു ജീവിയുടെ വിധിച്ച ഭക്ഷണം, പ്രകൃതി വിധിച്ച ഭക്ഷണം ഏതാണ്? ആഹാര നിയമപ്രകാരം ഒരു ജീവിക്ക് പ്രകൃതി വിധിച്ചിരിക്കുന്ന ഭക്ഷണം ഏതാണ്? ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിന്റെ അനന്തരഫലം എന്താണ് ശിക്ഷയായി നമുക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു പ്രകൃതി നിയമാനുസൃതമായി ഒരു ജീവി ചത്ത് മറ്റൊരു ജീവിക്ക് വളമാകുക, ഒന്ന് ചത്ത് ഒന്നിന് വളമാകുക, അത് പ്രകൃതിയുടെ നിയമമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, ഏത് ചത്ത് ഏതിന് വളമാകണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് പ്രകൃതിയിൽ. അല്ല തോന്നിയതുപോലെ തീരാനല്ല, ഒന്ന് ചത്ത് ഒന്നിന് വളമാകുക പ്രകൃതി നിയമം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തത്തുല്യമായ മറ്റൊരു നിയമമുണ്ട്, ഏത് ചത്ത് ഏതിന് വളമാകണം. ആന പുല്ല് തിന്നും, പച്ചലകൾ തിന്നും, എല്ലാ ഇലച്ചിലുകളെല്ലാം തിന്നും. ആനയുടെ മുമ്പിൽ ഒരു വലിയ ഒരു പോത്തിന്റെ ഇറച്ചി കൊണ്ട് വെച്ചാൽ ആന തിന്നില്ലല്ലോ. എന്തുകൊണ്ട് ആന തിന്നുന്നില്ല? അത് ആനയുടേതല്ല, ആനയ്ക്ക് വിധിച്ചതല്ല. ഇനി ഒരു തേൻകുരുവിയുടെ വിധിച്ച ഭക്ഷണം ഏതാണ്? തേൻകുരുവിയുടെ വിധിച്ച ഭക്ഷണം എന്ന് പറയുന്നത് തേനാണ്. അപ്പോ ആ തേൻകുരുവിയുടെ ചുണ്ട് എങ്ങനെയാണ് ഇരിക്കുക? നീണ്ട് വളഞ്ഞിരിക്കും. എന്തിനാണത് നീണ്ടു വളച്ചു വെച്ചിരിക്കുന്നത്? പൂവിനുള്ളിലെ തേൻ എടുക്കാനാണ് തേൻകുരുവിയുടെ ചുണ്ട് നീണ്ടു വളഞ്ഞിരിക്കുന്നത്. നീണ്ടിരുന്നാ പോരെ, എന്തിനാ വളച്ചു വെച്ചിരിക്കണേ? പൂവിന് നോവാതെ പൂവിനുള്ളിലെ തേനെടുക്കാൻ അനുയോജ്യമായ രീതിയിലാണ് തേൻകുരുവിയുടെ ശരീരഘടന പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തേൻകുരുവിയുടെ വിധിച്ച ഭക്ഷണം തേനാണ്. അതെടുക്കാൻ ഒരു സംവിധാനം, ശരീരഘടന എടുക്കുക മാത്രമല്ല, അത് ദഹിപ്പിക്കാനുള്ള ദഹനേന്ദ്രിയം, ദഹനരസങ്ങൾ അത്രയും അതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രകൃതി അതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഫാക്ടറിയിൽ ഒരു കാറ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അത് പെട്രോൾ ഒഴിച്ച് ഓടാനുള്ള കാറാണ്. പെട്രോൾ ഒഴിച്ചിട്ടാണ് അത് ഓടേണ്ടത്. പക്ഷേ കാറ് മേടിച്ച ആള് അതിനകത്ത് കുറച്ച് മണ്ണെണ്ണയും കൂടി ചേർത്ത് ഓടിച്ചു എന്നിരിക്കട്ടെ, ലാഭിക്കാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കും സംഭവിക്കുക? എഞ്ചിൻ പെട്ടെന്ന് കേടാവില്ലേ? അപ്പോൾ ആ ഡിസൈൻ ചെയ്തിറക്കിയ ആ കാറിന് ഏത് പെട്രോളാണോ വേണ്ടത് അത് കിട്ടിയാൽ അത് നല്ല ആരോഗ്യത്തോടെ ഓടിക്കൊണ്ടിരിക്കും. അതേമാതിരി തന്നെ ഓരോ ജീവിക്കും വിധിച്ച ഭക്ഷണം ഏത് എന്ന് മനസ്സിലാക്കി അതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ സുഖമായിട്ട് മുന്നോട്ട് പോകും, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകും. അല്ല എങ്കിലോ വിധിച്ചതല്ലാത്ത ഭക്ഷണം തലമുറകളായി കഴിച്ചാൽ ഏത് ജീവിയും, മനുഷ്യനെന്നല്ല ഏത് ജീവിയും, വിധിച്ചതല്ലാത്ത ഭക്ഷണം തലമുറകളായി കഴിച്ചു പോന്നാൽ ഏത് ജീവിക്കും ഡീജനറേഷൻ സംഭവിക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഡീജനറേഷൻ സംഭവിക്കും. ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഗർ രോഗം ഒരു ഡീജനറേറ്റീവ് ഡിസീസാണ്. ക്യാൻസർ ഒരു ഡീജനറേഷൻ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരു ഡീജനറേഷൻ ആണ്. ഈ ഡീജനറേറ്റീവിന്റെ ഗണത്തിൽപ്പെട്ട രോഗങ്ങൾ വരാനുണ്ടായ ഒരേ ഒരു കാരണം വിധിച്ചതല്ലാത്ത അന്നമാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. ഇതാണ്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്തായിരിക്കാം? എത്ര ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും ശരി, എത്ര മരുന്നുകൾ കണ്ടുപിടിച്ചാലും ശരി, ഡീജനറേറ്റീവ് ഡിസീസിന് മരുന്നില്ല. ആരെങ്കിലും മരുന്നുകൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവാർഡുകൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ശുദ്ധ അസംബന്ധമായി പരിവർത്തനപ്പെടും. കാരണം ഇതൊരു ഡീജനറേഷൻ ആണ്. ഇതിന് മരുന്നില്ല. ഇതിന്റെ സൊല്യൂഷൻ ഉണ്ട്. അത് റീജനറേഷൻ ആണ്. റീജനറേഷൻ അതായത് വിധിച്ച ഭക്ഷണത്തിലേക്ക്
മാറുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. വേറെ സൊല്യൂഷനേ ഇല്ല. സൊല്യൂഷൻ അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ ഒരു 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 ടെക്നോളജി കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. റീജനറേഷൻ പോസിബിൾ ആണ് സകല രോഗങ്ങൾക്ക്. കാരണം അത് പ്രകൃതി നിയമാനുസൃതമായതുകൊണ്ടാണ്. റീജനറേഷൻ പോസിബിൾ ആണ്. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് മനുഷ്യന്റെ വിധിച്ച ഭക്ഷണം എന്ന് നോക്കിയാൽ മതി. എന്താണ് മനുഷ്യന്റെ വിധിച്ച ഭക്ഷണം? നമുക്ക് നോക്കാം. ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ വിധിച്ചതാണോ? നമുക്ക് അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാം. അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതനുസരിച്ച് എത്രമാത്രം നമുക്ക് ചെയ്യാമോ അതിലേക്ക് മാറുക. അതായത് എൻ്റെ കയ്യിൽ ഇടത്ത് കയ്യിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നു, വലത് കയ്യിൽ ഒരു ആപ്പിൾ ഇരിക്കുന്നു. ഉരുളക്കിഴങ്ങ് കൊണ്ട് ആപ്പിളുണ്ട്. ഈ കയ്യിലിരിക്കുന്ന ആപ്പിള് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയിട്ടാണോ കഴിക്കുക? അല്ലല്ലോ, നേരിട്ട് കഴിക്കാം. പുഴുങ്ങേണ്ട ആവശ്യമില്ല. എന്നാൽ ഉരുളക്കിഴങ്ങോ പുഴുങ്ങണം. പുഴുങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്നു. അപ്പൊ ഇതിലേതാണ് വിധിച്ച ഭക്ഷണം? ഉരുളക്കിഴങ്ങാണോ ആപ്പിളാണോ? വളരെ വ്യക്തമല്ലേ? ആപ്പിളാണ് നമുക്ക് വിധിച്ച ഭക്ഷണം. അപ്പൊ അത് പാകം ചെയ്യേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങ് പാകം ചെയ്യണം. പക്ഷേ ആപ്പിൾ പാകം ചെയ്തിട്ടുണ്ട്. പ്രകൃതി അതിന് പാകം ചെയ്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് പാകം ചെയ്യുന്ന വിധത്തിൽ അത് പാകപ്പെടുത്തിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് അത് പാചകം ചെയ്യേണ്ടി വരുന്നു. പുറത്ത് വെച്ച് നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നതൊക്കെയും നമുക്ക് വിധിച്ചതല്ല എന്ന് സാരം. അതായത് പാകം ചെയ്യൽ, അടുക്കളയിൽ പാകം ചെയ്തെടുക്കുന്നത് വിധിച്ചതല്ല. ഏതായാലും ശരി, ഏത് ഭക്ഷണമായാലും ശരി, ഇന്ന് കഴിക്കുന്നത് മുഴുവൻ അതാണെങ്കിൽ ആ ജീവിക്ക് ഡീജനറേഷൻ സംഭവിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല, പ്രകൃതി നിയമാനുസൃതമായി. അപ്പൊ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. 4 കസേര, ഒരു ടേബിളിന്റെ അടുക്കിൽ 4 കസേരകൾ ഇടുക. ആ 4 കസേരയിലും ഓരോരോ 4 ജീവികളെ ഇരുത്തുക. ഒരു കസേരയിൽ ഒരു കോഴിയെ ഇരുത്തുക, മറ്റൊരു കസേരയിൽ ഒരു താറാവിനെ ഇരുത്തുക, മൂന്നാമത്തെ കസേരയിൽ ഒരു പ്രാവിനെ ഇരുത്തുക, 4ാമത്തെ കസേരയിൽ ഒരു മനുഷ്യനെയും ഇരുത്തുക. എന്നിട്ട് ഈ 4 പേരുടെയും മുന്നിൽ ഓരോ പ്ലേറ്റ് നിറച്ച് നെല്ല് എടുത്ത് വെച്ചു കൊടുക്കുക 4 പേർക്കും. കോഴി അത് കൊത്തി തിന്നും, പ്രാവ് അത് തിന്നും, താറാവ് അത് തിന്നും. മനുഷ്യന് നോക്കിയിരിക്കാനേ പറ്റൂ, കഴിക്കാൻ പറ്റില്ല. കോഴിക്കും താറാവിനും പ്രാവിനും തിന്നാം നെല്ല്, മനുഷ്യന് തിന്നാൻ പറ്റുന്നില്ല. എന്തായിരിക്കാം കാരണം? കോഴിക്കും പ്രാവിനും താറാവിനും ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ആ നെല്ല് നേരിട്ട് തിന്നിട്ട് അതിനെ പൊടിയാക്കി ഗ്ലൂക്കോസ് ആക്കി ഷുഗർ ആക്കി മാറ്റി എനർജി എടുക്കാനുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അതുണ്ട്. നമ്മൾ നോക്കിയിരിക്കേണ്ടി വരുന്നു മനുഷ്യർ. എന്തുകൊണ്ട്? നെല്ല് തിന്നാൽ നാം ചത്തുപോകും. കൊണ്ട് നോക്കിയിരിക്കേണ്ടി വരും. ഇനി വേണമെങ്കിൽ ഇത് നെല്ല് കുത്തി അരിയാക്കി അരി എടുത്ത് വെച്ചു കൊടുക്കുക 4 പേർക്ക്. 4 പേർക്കും 4 പ്ലേറ്റ് നിറച്ച് അരി വെച്ചു കൊടുക്കുക. പ്രാവ് തിന്നും, കോഴി തിന്നും, താറാവ് തിന്നും. മനുഷ്യന് അരി തിന്നാൻ പറ്റില്ല. മനുഷ്യൻ അപ്പോഴും നോക്കിയിരിക്കാനേ പറ്റൂ. ഇനി ഇത് വേവിക്കുക. വേവിച്ചിട്ട് 4 പേർക്കും വെച്ചു കൊടുക്കുക. പ്രാവ് തിന്നും, കോഴി തിന്നും, താറാവ് തിന്നും, മനുഷ്യനും കുറച്ച് തിന്നാം. പക്ഷെ കറി വേണ്ടേ? അല്ലെങ്കിൽ ഉപ്പ് വേണ്ടേ? ഒരു കറി മതിയോ? ഒരുപാട് കറികൾ വേണ്ടി വരില്ലേ? ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് നിത്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിഭക്ഷണം നമുക്ക് വിധിച്ചതാണോ അല്ലേ എന്ന് വിലയിരുത്താൻ പറ്റില്ലേ? നമുക്ക് വിധിച്ചതല്ല. വിധിച്ചതല്ലാത്ത ഒരു കാർബോഹൈഡ്രേറ്റ് തലമുറകളായി കഴിച്ചാൽ ആ ജീവിക്ക് ഡീജനറേഷൻ സംഭവിക്കും. അത് ഷുഗർ രോഗമായി പ്രകൃതി കാണിച്ചു തരും, എഴുതി കാണിച്ചു തരും. അത് ഷുഗർ രോഗമാണ്. പ്രകൃതിയുടെ ഭാഷയാണ്. നിങ്ങളുടേതല്ല, അരിഭക്ഷണം നിങ്ങളുടേതല്ല എന്നുള്ളത് പ്രകൃതിയുടെ ഭാഷയാണ്. ഷുഗർ രോഗം ഒരു ഡീജനറേറ്റീവ് ഡിസീസാണ്. അത് അരി മൂലമാണെങ്കിൽ ക്യാൻസർ ഒരു ഡീജനറേഷൻ ആണ്. അതിന്റെ മൂല കാരണവും അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആവാനുള്ള സാധ്യതയില്ലേ? വളരെ സീരിയസ് ആണ് പ്രോബ്ലം.
തലമുറ കഴിയും തോറും ഷുഗർ രോഗത്തിന്റെ പെർസെൻറ്റേജ് കൂടുന്നുണ്ട് എങ്കിൽ, തലമുറ കഴിയും തോറും ക്യാൻസർ രോഗത്തിന്റെ പെർസെൻറ്റേജ് കൂടുന്നുണ്ട് എങ്കിൽ, നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രകൃതി നിയമാനുസൃതമല്ലാത്ത അന്നം, ചോറ് നമ്മൾ കഴിച്ചിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വിധിച്ച ഭക്ഷണത്തിലേക്ക് സ്വയം സ്റ്റെപ്പ് വെച്ചേ പറ്റൂ. ഏതാണ് ഈ വിധിച്ച ഭക്ഷണം? വേവിക്കാതെ, മധുരം ചേർക്കാതെ, മസാല ചേർക്കാതെ, ഉപ്പും പുളിയും ചേർക്കാതെ എന്തൊക്കെ നമുക്ക് കഴിക്കാമോ അതെല്ലാം കഴിക്കാം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും കുറെ പഴങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പം അധികം കിട്ടാനില്ല. മധുരക്കിഴങ്ങ് നമുക്ക് വിധിച്ച ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, അതും അധികം കിട്ടാനില്ല. പക്ഷേ അതിലേക്ക് സ്റ്റെപ്പ് വെച്ചേ മതിയാകൂ. കാരണം നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ പ്രകൃതി നിയമാനുസൃതമല്ലാത്തതാണ്. അതിൻ്റെ ശിക്ഷ ഉറപ്പാണ്. അതിൻ്റെ ശിക്ഷയാണ് രോഗങ്ങളായി പ്രതിഫലിച്ചു വരുന്നത്. അതിന്റെ അനന്തരഫലമായിട്ട് എന്താ സംഭവിക്കുക? പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ താളം തെറ്റും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും താളം തെറ്റും. നമുക്ക് കിട്ടേണ്ടത് കാർബോഹൈഡ്രേറ്റ്, അത് പ്രകൃതിയിലെ മരങ്ങളിൽ, സസ്യങ്ങളിൽ നിന്നും കിട്ടണം. ഫാറ്റ് സസ്യങ്ങളിൽ നിന്നും കിട്ടണം. പ്രോട്ടീൻ സസ്യങ്ങളിൽ നിന്ന് തന്നെ വരണം. ഇത് ശരിയാക്കാൻ കഴിഞ്ഞാൽ ഏത് ക്യാൻസർ പോലും പോകണം. പ്രകൃതി നിയമം ശരിയാണ് എങ്കിൽ, അത് സനാതനമാണ് എങ്കിൽ, അത് സത്യമാണ് എങ്കിൽ, തോന്നുന്നുവെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ ഏത് ക്യാൻസറും പോകും. പോകാതിരിക്കാൻ നിർവാഹമില്ല. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ് നമ്മളുടേത്. 6 മാസം കൂടുമ്പോൾ ഒരു കോശം, മൊത്തം കോശങ്ങൾ 6 മാസം കൊണ്ട് മറിയും. പുതിയ കോശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരത്തില് നമുക്കിപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നിട്ടുണ്ട് എങ്കിൽ വിധിച്ച അന്നത്തിലേക്ക്, ഭക്ഷണത്തിലേക്ക് മാറുകയല്ലാതെ വേറെ വഴിയില്ല. അതിന്റെ കാരണം നമ്മളുടെ സ്വധർമ്മം, വേണ്ട വിത്ത് വേണ്ടിടത്ത് വേണ്ടത്ര നമ്മൾ കൃഷി ചെയ്തില്ല, ഉൽപ്പാദിപ്പിച്ചില്ല, കഴിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾ അത്രയും സ്വധർമ്മം പാലിക്കാത്തത് കൊണ്ട് വന്നതാണ്. അനന്തര തലമുറയെ മെച്ചപ്പെടുത്താത്തത് കൊണ്ടാണ്. സനാതന ധർമ്മം പാലിക്കാൻ മറന്നുപോയത് കൊണ്ടാണ്. പഠിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ധർമ്മം, മനുഷ്യധർമ്മം പാലിച്ചേ മതിയാകൂ. അത് സ്വധർമ്മവും കുലധർമ്മവും സനാതന ധർമ്മവും പാലിച്ചുകൊണ്ടല്ലാതെ മനുഷ്യന് ഈ ഭൂമിയിൽ മുന്നോട്ട് പോകാൻ ആവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. ഇതാണ് നമുക്ക് ഇന്നും മനസ്സിലാക്കേണ്ട കാര്യം. കൂടുതൽ രോഗം വരാതിരിക്കാൻ ഒരു നേരമെങ്കിലും നമ്മൾ 3 നേരം കഴിക്കുന്നുണ്ട്, ഒരു നേരം കുറെ ഫ്രൂട്ട്സ് ആക്കിയാൽ 33% നമ്മളെ നിത്യഭക്ഷണത്തിൽ 33%. പക്ഷേ ആ പഴം കഴിക്കുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാകണം, പ്രോട്ടീൻ ഉണ്ടാകണം. ഇതിൽ കാർബോഹൈഡ്രേറ്റ് എവിടുന്നാ കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. മധുരക്കിഴങ്ങ് ഒരു നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിന് വിധിച്ച കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഏക കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങാണ്. നമ്മുടെ അറിവിൽ ആ മധുരക്കിഴങ്ങ് നമുക്ക് കഴിക്കാം. പച്ചയ്ക്ക് വെറുതെ പൗഡറാക്കി ഉണക്കി വെച്ച് പൗഡറാക്കി കഴിക്കാം. അല്ലെങ്കിൽ സ്ക്രാപ്പറിൽ ഉരച്ച് ഇച്ചിരി തേങ്ങായും കൂടി ഇട്ട് വേണമെങ്കിൽ കഴിക്കാം. കരിമ്പിന്റെ ജ്യൂസിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ആ കാർബോഹൈഡ്രേറ്റ് വാട്ടർ സോളുബിൾ കാർബോഹൈഡ്രേറ്റും ഷുഗറും ഉണ്ട്. കരിമ്പ് ഒരു കാർബോഹൈഡ്രേറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു സസ്യമാണ്. നെൽച്ചെടി ഒരു കാർബോഹൈഡ്രേറ്റ് തരുന്നതാണ്. നെൽച്ചെടിയെയും കരിമ്പിനെയും താരതമ്യം ചെയ്തു നോക്കുക. നെൽച്ചെടി ഒരു കാർബോഹൈഡ്രേറ്റ് തരുന്നു. ആ കാർബോഹൈഡ്രേറ്റ് കുക്ക് ചെയ്ത് വേവിച്ച് കറികളും ഉപ്പും ചേർത്ത് നമ്മൾ കഴിക്കേണ്ടി വരുന്നു. കരിമ്പിൻ ജ്യൂസ് നേരിട്ട് കൺസ്യൂം ചെയ്യാം. അത് ക്രഷ് ചെയ്ത് നീരെടുക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. നേരിട്ട് കൺസ്യൂം ചെയ്യും. അതിനകത്തൊരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പേരക്കയിലുണ്ട് കാർബോഹൈഡ്രേറ്റ്, ഏത്തപ്പഴത്തിലുണ്ട് കാർബോഹൈഡ്രേറ്റ്. ഇനി എത്രയോ 100 കണക്കിന്
നല്ല മനുഷ്യ ശരീരത്തിന് വിധിച്ച, മനുഷ്യ ശരീരത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വിധിച്ച കാർബോഹൈഡ്രേറ്റ് ഉള്ള തരാൻ കഴിവുള്ള സസ്യങ്ങൾ ഇവിടെ ഉണ്ടാവും ലോകത്ത്. ഇതിനെല്ലാം കണ്ടെത്തിക്കൊണ്ടുവന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുക. ഫാറ്റിന് നമ്മൾ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് ഇറച്ചി, മുട്ട പോലെയുള്ള സാധനങ്ങളാണ്. മീന്, എണ്ണവർഗങ്ങള്, വെജിറ്റബിൾ ഓയിലുകളൊക്കെയാണ് ആശ്രയിച്ചിട്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ അപ്രോപ്രിയേറ്റ് ഫാറ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഫാറ്റ്, വാട്ടർ സോളുബിൾ ഫാറ്റ്, pH ന്യൂട്രൽ ഫാറ്റ്. അത് നമുക്ക് ലഭ്യമാകാവുന്നതാണ് അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്. അവക്കാഡോ ഇപ്പോൾ ആവശ്യത്തിന് ലഭ്യമല്ല എന്നുള്ളത് പ്രസക്തിയല്ല ശരീരത്തിന്. ഹൈ റേഞ്ചസ് മുഴുവൻ അവക്കാഡോ പോലെയുള്ള ഫ്രൂട്ടുകൾ വളരേണ്ട പ്രദേശം മുഴുവൻ തേയില നട്ടുവെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇല്ല എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. റബ്ബർ നട്ടുവെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. പ്രകൃതി ആശിക്കുന്ന ഭക്ഷണം, വിത്ത് വേണ്ടിടത്ത് വേണ്ടത്ര ഇടുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ പൂർവികർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താനായിരിക്കണം നമ്മൾ. പ്രോട്ടീനുള്ള ഫ്രൂട്ട് കണ്ടെത്തണം. ഒരുപാട് ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുള്ളതിൽ വുഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരെണ്ണവും അതൊരു 7% മാത്രമാണ് അതിനകത്ത് പ്രോട്ടീൻ ഉള്ളത്. അത് നമുക്കൊരു 12 to 14% പ്രോട്ടീൻ ഉള്ള ഒരു ഫ്രൂട്ട് നമുക്ക് കൂടിയേ കഴിയൂ. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ ബ്രെയിൻ സെൽസ് പുതിയത് ജനിച്ചേക്കാം. നെഫ്രോൺസ്, കിഡ്നിയുടെ നെഫ്രോൺസും പുതിയത് സൃഷ്ടിക്കാനുള്ള റോ മെറ്റീരിയൽ ആയിരിക്കും ഈ പ്രോട്ടീൻ. നമ്മൾ ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ന്യൂറോൺസ് നഷ്ടപ്പെട്ടാൽ പുതിയത് ജനിക്കില്ല, നെഫ്രോൺസ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ജനിക്കില്ല എന്നാണ്. ജനിക്കാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. ജനിക്കാം, പക്ഷേ ബ്രെയിനിന്റെ ന്യൂറോൺസ് സൃഷ്ടിക്കാൻ ഉതകുന്ന റോ മെറ്റീരിയലായ പ്രോട്ടീൻ കൊടുക്കാൻ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ കിഡ്നിയുടെ നെഫ്രോൺസ് പുതിയവ സൃഷ്ടിക്കാൻ, നഷ്ടപ്പെട്ടാൽ പുതിയവ സൃഷ്ടിക്കാൻ ഉതകുന്ന പ്രോട്ടീൻ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ കൊടുക്കാൻ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും കോശങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ കോശങ്ങളും നെഫ്രോൺസിന്റെ കോശങ്ങളും സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. വേണ്ട പഞ്ചഭൂതങ്ങൾ, അന്നങ്ങൾ 5ഉം കറക്റ്റായിട്ട് കൊടുത്താൽ മതിയാകും. അത് കണ്ടുപിടിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഇതാണ് ഇന്നത്തെ വിശദീകരിച്ച് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് സംശയം ചോദിക്കാനായിട്ടൊരു സമയം ഇല്ല എന്ന് തോന്നുന്നു. 9:32 ഇനി എന്താ വേണ്ടേ ജലജ? മനുഷ്യധർമ്മ അത്യാവശ്യത്തിന് 1-2 പേര് വേണമെങ്കിൽ സംശയം ചോദിച്ചോട്ടെ, നമുക്ക് അറിയാം. തന്നി ടീച്ചറുണ്ടല്ലോ, തന്നി ടീച്ചറുണ്ട്. സാറേ, ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ഇൻഫോർമേറ്റീവായ ക്ലാസ് ആയിരുന്നു സർ. അപ്പൊ എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി കാണും. സംശയങ്ങൾ ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല സാറേ. ഇല്ല എങ്കിൽ എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പതുക്കെ വിധിച്ച അന്നത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് എല്ലാവരും ചെയ്യുക. നമ്മുടെ കുട്ടികളെ ലോകം നിയന്ത്രിക്കുന്ന കുട്ടികളായി വളർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതിയിലാണ് ജൈവ കൃഷി. അതായത് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് വേണ്ട സോഡിയവും, അതായത് ജീവന്റെ തലം ഉയർത്തപ്പെട്ട സോഡിയവും ജീവന്റെ തലം ഉയർത്തപ്പെട്ട പൊട്ടാസ്യവും, ഇത് രണ്ടും നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ട്രേസ് എലമെന്റുകളോടും കൊടുക്കാനുള്ള കൃഷിയുടെ അറിവ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ കുട്ടികൾക്ക്, പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർ തുടങ്ങി നമ്മുടെ കുട്ടികൾക്ക് മുഴുവൻ വിധിച്ച അന്നത്തിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് എന്നാൽ തന്നെ ചിലപ്പോൾ രക്ഷപ്പെടും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് നമ്മളുടെ ഡിവൈൻ മദർ അതിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ
ഇനി ഞാൻ ഇന്ന് ഡിപ്ലോമക്കാരുടെ കോഴ്സ് തുടങ്ങുകയായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അവരുടെ കയ്യിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് തക്കാളിയും മത്തങ്ങയും, കടൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്തതും, കടൽ കക്കയും കടൽ മീനും കടൽ പായലും എല്ലാം ഇട്ട് വളർത്തിയ തക്കാളി. ആ തക്കാളി പ്രഗ്നന്റ് ആയ അമ്മ കഴിച്ചാൽ ഫോളിക് ആസിഡായി, സോഡിയമായി, ജീവന്റെ തലം ഉയർത്തപ്പെട്ട സോഡിയമായി, എല്ലാ ട്രേസ് എലമെന്റുകളും ജീവന്റെ തലം ഉയർത്തപ്പെട്ടതായി. മത്തങ്ങ ലങ്സ് ക്ലീൻ ചെയ്യാനുള്ള നടപടികൾ എടുക്കുക. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പതുക്കെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തൽക്കാലം നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്തോളൂ. അതെ സർ, നിർത്താം, നമുക്കെന്നാ ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ.